കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഹരിയാനയിലെ ഒരു ഉൾഗ്രാമത്തിൽ അവിടുത്തെ സർക്കാർ സ്കൂൾ സന്ദർശിക്കാൻ എനിക്ക് അവസരമുണ്ടായത്. 500-ലേറെ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. പക്ഷേ സ്കൂളിലെത്തുന്നത് വെറും 50-ൽ താഴെ മാത്രം കുട്ടികളാണ്. അങ്ങനൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ആലോചിക്കാനെങ്കിലും സാധിക്കുന്നുണ്ടോ? കുട്ടികളെ സ്ഥിരമായി സ്കൂളിലെത്തിക്കാൻ നിങ്ങൾക്കെന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുമോ എന്നായിരുന്നു അപരിചിതരായ ഞങ്ങളോട് അധ്യാപകരുടെ ദയനീയമായ ചോദ്യം. ഇനി ഞാൻ പറയുന്നത് വെറും ഒരു കഥയല്ല, നമ്മുടെയൊക്കെ ഉള്ളുലക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൂടെ എൻ്റെ യാത്രകൾ ആരംഭിച്ച് ഏകദേശം 4 വർഷങ്ങളായി. കുറേയേറെ നാടും അവിടുത്തെ മനുഷ്യരെയും കണ്ടു. അവരുടെ സംസ്കാരങ്ങൾ അനുഭവിക്കുകയും ചിലതൊക്കെ നിങ്ങളോട് പങ്കുവെക്കുകയൊക്കെ ചെയ്തു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, യാത്രകളിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷവും അതുപോലെ സങ്കടവും നൽകിയ കാഴ്ചകൾ ഏതൊക്കെയാണ് എന്ന്. ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ നിഷ്കളങ്കമായ സ്നേഹവും ആതിഥേയത്വവുമാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ നിമിഷങ്ങൾ. പക്ഷേ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലെയും ഭൂരിപക്ഷം കുട്ടികളും ഇപ്പോഴും സ്കൂളുകളിൽ എത്തുന്നില്ല എന്നതാണ് നമുക്കൊന്ന് ഊഹിക്കാൻ പോലും സാധിക്കാത്ത സങ്കടകരമായ വസ്തുത. കൃഷിയിടങ്ങളിൽ നിന്നും മറ്റും കിട്ടുന്ന 10-20 രൂപയ്ക്ക് വേണ്ടി പഠനം തന്നെ ഉപേക്ഷിച്ചവർ, ഈ പണം കൂടി സ്വരുക്കൂട്ടി ഓരോ ദിവസത്തെയും അന്നത്തിന് വഴി കണ്ടെത്തുന്ന രക്ഷിതാക്കൾ, അനന്തരഫലമോ സ്വന്തം പേരോ നാടോ തങ്ങളുടെ മാതൃഭാഷയിൽ പോലും എഴുതാൻ അറിയാത്ത യുവാക്കൾ. ഈ പിന്നാക്കാവസ്ഥക്ക് പല കാരണങ്ങളുണ്ട്. പ്രധാനമായ ഒന്ന് ദാരിദ്ര്യം തന്നെ. ടാർപ്പായ വലിച്ചു കെട്ടിയ ചെറുകൂരകളിലും ചോർന്നൊലിക്കുന്ന മൺവീടുകളിലുമൊക്കെ കഴിയുന്ന മനുഷ്യർക്ക് ഇവിടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയം? അവരുടെ പ്രഥമ പരിഗണന അന്നേക്കുള്ള ഭക്ഷണം മാത്രമാണ്. ഈ അടുത്തൊരു വീട്ടിൽ പോയി. 3 മക്കളുണ്ട്. മൂത്തയാൾക്ക് 9ാം ക്ലാസ്സിലെത്തേണ്ട പ്രായമായി, ഇളയയാൾക്ക് 4ാം ക്ലാസ്സിലും. പക്ഷേ 3 പേരും ഇന്നുവരെ സ്കൂളിൽ പോയിട്ടില്ല. कौन सी क्लास में पढ़ते हैं? नहीं पढ़ते? अभी तक स्कूल नहीं गए? കുട്ടികളെ ഒന്ന് സ്കൂളിലേക്ക് അയച്ചൂടെ എന്ന് പറഞ്ഞപ്പോൾ അവരുകൂടി ജോലിക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഉസ്താദേ എന്നായിരുന്നു മറുപടി. എനിക്കുത്തരമില്ലാതായിപ്പോയത്. എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞത് ഈ കാഴ്ചകളൊക്കെ കണ്ടാൻ. സമൂഹത്തിൽ നിന്നും അരികുവൽക്കരിക്കപ്പെട്ട ഇത്തരം കുട്ടികളുടെ കൈപിടിക്കണം, അവരെ വിദ്യാഭ്യാസത്തിലേക്ക് വഴി നടത്തണം. എൻ്റെ യാത്രകളുടെ സന്തോഷം അത്തരം മനുഷ്യരിലേക്ക് കൂടി പകരണം. അങ്ങനെയാണ് വിവിധ ഗ്രാമങ്ങളിൽ പല ഘട്ടങ്ങളിൽ ഭക്ഷണവും വിദ്യാഭ്യാസവും ഒരുമിച്ച് ലഭ്യമാക്കുന്ന ചെറിയ ലേണിംഗ് സെൻ്ററുകൾ നമ്മൾ ആരംഭിക്കുന്നത്. സമീപത്തെ സർക്കാർ സ്കൂളുകളിലേക്ക് ഈ കുട്ടികളെ എത്തിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. നിരവധി കുട്ടികളെ അങ്ങനെ എത്തിക്കുകയും ചെയ്തു. പക്ഷേ പ്രാഥമിക സംവിധാനങ്ങളോ മികച്ച പഠന രീതികളോ ഇല്ലാത്ത സർക്കാർ സ്കൂളുകളാണ് പലയിടത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇത്തരം പാവപ്പെട്ട കുട്ടികളെ ഉൾക്കൊള്ളുന്ന ഒരു റെസിഡൻഷ്യൽ സ്കൂൾ സംവിധാനം നമുക്ക് അനിവാര്യമായി വന്നിരിക്കുന്നു. അത്തരമൊരു സ്വപ്നം ഞാൻ നിങ്ങളോട് മുമ്പ് പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അതിന് യോജിച്ചൊരു സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. അൽഹംദുലില്ലാ, ഹരിയാനയിലെ സുഡാക്കയിൽ ആന്താക്ക ഗ്രാമത്തിൽ അനുയോജ്യമായ ഒരു 3 ഏക്കർ സ്ഥലം നാം വാങ്ങിയിരിക്കുന്നു എന്ന സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. സുക്കൂൻ എജു വില്ലേജ് ഏകദേശം 600 കുട്ടികൾക്ക് താമസിച്ചു പഠിക്കാനും സമീപ ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് ദിനേന വന്നു പഠിക്കാനുമായി ശാന്തമായ ഒരു അന്തരീക്ഷമുള്ള ഒരു വൈജ്ഞാനിക ഗ്രാമമാണ് ആദ്യഘട്ടത്തിൽ നാം പദ്ധതിയിടുന്നത്. CBSE സ്കൂൾ സംവിധാനവും ശേഷം കുട്ടികളുടെ കഴിവിനനുസരിച്ച് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും ലഭ്യമാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. സ്വപ്നം വളരെ വലുതാണ്. പക്ഷേ നമ്മൾ ഒരുമിച്ചാൽ അനായാസം സാധ്യമാകും എന്നെനിക്കുറപ്പുണ്ട്. വിവിധ വ്യക്തികളിലേക്കും നാട്ടിലെ മറ്റു കൂട്ടായ്മകളിലേക്കും ഈ സന്ദേശം എത്തിച്ചേരണം എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. നിറവും മധുരവും സൗരഭ്യവുമുള്ള നല്ലൊരു ഭാവി ഈ പുതിയ തലമുറക്ക് സമ്മാനിക്കാൻ 1 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് എത്രയാണോ അത് നൽകി ഈ സംരംഭത്തോടൊപ്പം എപ്പോഴും നിങ്ങളുണ്ടാകണം.